തിരുവചനം തിരുവചന എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോട് ശുശ്രൂഷ ആരംഭിക്കുക. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം കർത്താവേ, ഞങ്ങളെ ദിവാത്സരമായ സ്വരസുധാർന്നത മഹാകരുണയും കൃപയും നാളുകൾ അത്രയും ഞങ്ങളെ ഉപഴെടുത്തേം കർത്താവേ. കർത്താവ് പുതിയ ഒരു വർഷത്തിലേക്കൊക്കെ കടന്നു വരാൻ ഒരിക്കൽ മുഖാന്തരക്കായ നന്ദിയോട് സ്തോത്രം. നിൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ എത്രത്തോളം കാത്തുരുവാച്ചവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ അനേകരെ ബലപ്പെടുത്തുവാൻ കർത്താവേ, അവിടുന്ന് അങ്ങയുടെ കൃപ ഞങ്ങളെ ശക്തീകരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചന അങ്ങയുടെ ജനം അങ്ങയുടെ കർത്താവ് അടിയൻ അങ്ങയുടെ നിറവിൽ നിന്ന് കർത്താവെ തൻ്റെ ജനത്തെ നയിക്കുവാൻ അവിടുന്ന് സഹായിക്കുന്ന കർത്താവ്. അടിയൻ്റെ ശബ്ദത്തോടുണ്ട്, കണ്ടത്തോടുണ്ട്, വാക്കുകളോട് വചസ്സുകളോടുണ്ടായിരുന്നു കർത്താവ്. അങ്ങയുടെ കൃപയുടെ സാന്നിധ്യം ശക്തീകരിച്ച് ബലപ്പെടുത്തി ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ കർത്താവെ തൻ്റെ ജനത്തെ വചനത്തിൽ കൂടുതലായി ബലപ്പെടുത്തി അടിയങ്ങൾ മുന്നേറത്തക്കണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിന്റെ പിതാവ് കേൾക്കണമേ. ദൈവത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ആളൊറ്റ കൃപകളാൽ ഇവിടെയൊക്കെ ആയുസ്സിൽ ദൈവം ഒരു പുതിയ വർഷമൊക്കെ നൽകിയിരിക്കുന്നു. ഒരു പുതുവർഷം ആരംഭിക്കുമ്പോൾ എപ്പോഴും ഉത്കണ്ഠയോടെയാണ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം കടന്നുപോയ കാര്യങ്ങൾ ഓർക്കുകയും ഈ പുതുവർഷം എങ്ങനെയായിരിക്കും മുൻപോട്ട് നയിക്കപ്പെടുന്നതെന്നും എന്തൊക്കെ വന്ന് ഭവിക്കുമെന്നൊക്കെ ഉള്ള ഉത്കണ്ഠയാണ്. പ്രത്യേകിച്ചും ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പലവിധ പ്രതിസന്ധികളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അങ്ങനെ അനേകമായ പ്രതിസന്ധികൾ കടന്നു പോകുന്ന അപ്പം നമ്മുടെ രാജ്യത്തിലും പലവിധ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളപ്പൊക്കവും അല്ലാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളുടെയും അസ്വസ്ഥ അനാരോഗ്യത്തിൽ അനേകർ കടന്നുപോയ ഒരു സാഹചര്യമാണ്. പുതുവർഷം എപ്പോഴും നമുക്ക് സന്തോഷത്തിൻ്റെ മുഖാന്തരം ഒരുക്കുമെന്നുള്ള പ്രത്യാശയോടെയാണ് നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുന്നെങ്കിലും അനേകർ തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞകാല ജീവിതത്തിലെ പല കാര്യങ്ങൾക്ക് ഈ പുതിയ വർഷം ഞാൻ മാറ്റം വരുത്തി പുതുക്കപ്പെട്ട അവസ്ഥയിൽ മുന്നേറുമെന്നൊക്കെ ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ദിവസങ്ങൾ കഴിയുമ്പോൾ, ആഴ്ചകളല്ല ദിവസങ്ങൾ കഴിയുമ്പോൾ പോലും അതൊക്കെ മറന്നുപോകുന്ന അവസ്ഥയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഇപ്രകാരം ഒരു സാവകാശം തന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങേണ്ട നാളുകളായിരിക്കുമ്പോൾ അടിയങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെന്നും കർത്താവ് എത്രമാത്രം ആണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പുതിയ വർഷം നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഉത്കണ്ഠയോടെ ജീവിതം മുൻപോട്ട് നയിക്കണോ അതോ കർത്താവിൻ്റെ കൃപയിൽ ജീവിതം മുൻപോട്ട് നയിക്കണോ? ഉത്കണ്ഠയോടെ ജീവിതം മുൻപോട്ട് നയിക്കുകയാണെങ്കിൽ അനേകമായ മാനസിക ശാരീരിക സംഘർഷങ്ങളും അസ്വസ്ഥ അനാരോഗ്യത്തിൽ മുൻപോട്ട് പോകുമെങ്കിൽ, കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യത്താൽ ജീവിതം മുൻപോട്ട് നയിക്കുകയാണെങ്കിൽ ഇവയൊക്കെ അതിജീവിക്കുക മാത്രമല്ല, കർത്താവ് നൽകുന്ന ദിവ്യമായ സമാധാനം എന്നെയും നിങ്ങളെയും വഴി നടത്തത്തക്കോണം ഇടയാക്കുവാൻ സഹായിക്കും. അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 6:27 ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും തന്റെ ആയുസ്സിന്റെ ദൈർഘ്യത്തോട് ഒരു മുഴം കൂട്ടുവാൻ കഴിയുമോ? എത്ര യാഥാർത്ഥ്യമാണ്. നാം ഉത്കണ്ഠയോടെ ജീവിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുമോ എന്ന് നമ്മൾ ആരും ചിന്തിക്കുകയില്ല. ഒരു ഉത്കണ്ഠ മറ്റൊരു ഉത്കണ്ഠയെ മാത്രമാണ് സൃഷ്ടിക്കുവാൻ ഇടയാകുന്നത്. ഒരു കാര്യത്തെപ്പറ്റി ഉത്കണ്ഠപ്പെടുമ്പോൾ അത് നീക്കുപോക്ക് വരാതെ മറ്റു കാര്യങ്ങളെപ്പറ്റി ഉത്കണ്ഠപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉത്കണ്ഠയായിട്ട് മുന്നോട്ട് ഇടുവാൻ. പക്ഷേ ഇവിടെ കർത്താവ് യഥാർത്ഥത്തിൽ നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യം, തൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തോട് ഒരു മുഴം കൂട്ടുവാൻ കഴിയുമോ എന്നാണ്. ഇതാരും നമ്മളിൽ ചിന്തിക്കാറില്ല. നാളെപ്പറ്റി ഉള്ള ഉത്കണ്ഠ, അടുത്ത നിമിഷത്തെ പറ്റിയുള്ള ഉത്കണ്ഠ, ഔദ്യോഗിക രംഗത്തെ പറ്റിയുള്ള ഉത്കണ്ഠ, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഉത്കണ്ഠ ഇല്ലാത്ത ഒരു കാര്യവുമില്ല. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ദാനമായി തന്നിരിക്കുന്ന ഈ ജീവിതം ദൈവനാമ മഹത്വത്തിനായി കർത്താവിൽ പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കുമ്പോൾ ഈ ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് പാടെ മാറ്റുക മാത്രമല്ല, കർത്താവിൻ്റെ ദിവ്യമായ സാന്ത്വനവും സമാധാനവും സൗഖ്യവും എല്ലാം അനുഭവമാക്കുവാനും സാക്ഷീകരിക്കുവാനും ഇടയാക്കും. അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 6:25-26 വായിക്കുമ്പോൾ,
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് ഭക്ഷിക്കും എന്ത് കുടിക്കുമെന്ന് എന്തു ഭക്ഷിക്കും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവന് വേണ്ടിയും നിങ്ങളുടെ ജീവന് വേണ്ടിയും എന്ത് ധരിക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയും എന്ത് ധരിക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയും ഉത്കണ്ഠപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ആഹാരത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലയോ? വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലയോ? യഥാർത്ഥത്തിൽ കർത്താവ് അവിടെ പറയുമ്പോൾ ആഹാരത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരം ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ ദൈവമാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടികർത്താവിൻ്റെ സൃഷ്ടിയെക്കാട്ടി മറ്റൊരു കാര്യവും ശ്രേഷ്ഠമല്ലെന്നാണ് അവിടെ യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് ഭക്ഷിക്കും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവന് വേണ്ടിയും എന്ത് ധരിക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിന് ഉത്കണ്ഠപ്പെടരുത്. അപ്പോൾ ആ ഉത്കണ്ഠയും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ലഭ്യമാകുകയില്ലെന്ന് മാത്രമല്ല, സൃഷ്ടികർത്താവിനെ യഥാർത്ഥത്തിൽ അപമാനിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണത്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവിന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തരങ്ങളെപ്പറ്റി അറിയുക മാത്രമല്ല, ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളും നിരൂപണങ്ങളും വ്യക്തമായി അറിയുന്ന ഒരു സൃഷ്ടികർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മൾ മറ്റു കാര്യങ്ങളെപ്പറ്റി ഉത്കണ്ഠപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് ഒരു അർത്ഥമില്ലെന്നാണ് അതിൻ്റെ പൊരുളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. നിങ്ങൾ അവയേക്കാൾ ശ്രേഷ്ഠതയുള്ളവരല്ലയോ? യഹോവയായ ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളിലും ഏറ്റവും മഹത്വമുള്ളൊരു സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, ഇവയൊക്കെ കാത്തുപരിപാലിക്കത്തക്കവണ്ണം യഹോവയായ ദൈവം വേണ്ടിയതെല്ലാം നൽകി വഴി നടത്തുമെങ്കിൽ തൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യനെ ദൈവം വഴി നടത്തുകയില്ലയോ എന്ന്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം മറന്നു പോകുന്നൊരു വസ്തുതയാണ് നമ്മളെ വഴി നടത്തുന്നത് ആരാണെന്ന്. നാം ചിന്തിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഔദ്യോഗിക രംഗത്തിൻ്റെ നന്മകളാണ് നമ്മളെ വഴി നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ആണ് നമ്മളെ വഴി നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തികൾ മൂലം നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളാണ് വഴി നടത്തുന്നത്. ഇവയ്ക്കൊന്നും ഒരു കാര്യവും യഥാർത്ഥത്തിൽ ഇല്ല. കാരണം കർത്താവ് ഇവിടെ പറയുന്നത്, പറവകളെ കാത്തുപരിപാലിക്കുന്ന യഹോവയായ ദൈവത്തിന് നമ്മൾ അതിനെക്കാട്ടി എത്ര ശ്രേഷ്ഠമേറിയതാണ്. 1 തിമോത്തി 6:7 വായിക്കുമ്പോൾ, എന്നാൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. പൗലോസ്ലീഹ എത്ര വ്യക്തമായിട്ടാണ് തിമോത്തിയ ലേഖനത്തിൽ പറയുന്നത്, സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു. സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി നമ്മെ ആക്കി വച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന് മഹത്വം കരുത്തുക, ദൈവത്തിന് സ്തോത്രം കരയറ്റുക. ദൈവം ഇന്ന് എന്നെ ഈ നിമിഷം വരെ വഴി നടത്തിയ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം. ഒരു യോഗ്യതയില്ലാഞ്ഞിട്ടും നിന്റെ കൃപയ്ക്കൊത്തവണ്ണം നീ എനിക്ക് നൽകിയിരിക്കുന്ന നന്മയ്ക്കായി സ്തോത്രം പറയുവാൻ നാം പഠിക്കുമ്പോൾ അതാണ് സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ ദൈവസനയിൽ കടന്നു വരുമ്പോൾ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇത് നടന്നില്ല, ഇവയൊക്കെ നിൻ്റെ സനയിൽ സമർപ്പിച്ച പ്രാർത്ഥനാപേക്ഷ ഇതിനൊന്നും ഉത്തരം കിട്ടിയില്ല, അങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സംതൃപ്തിയില്ല, പിറുപിറുപ്പാണ് അവിടെ കാണുന്നത്. ദൈവം നൽകുന്ന നന്മകൾ, ദൈവം തരുന്ന സാഹചര്യങ്ങൾക്ക് നാം സ്തോത്രസ്തുതികളോടെ ദൈവസനയിൽ കടന്നു വരുവാൻ കഴിയുമെങ്കിൽ സംതൃപ്തിയുള്ള ദൈവഭക്തിയാണെന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത്, ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ലോകത്തിൽ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാനും കഴിയുകയില്ല. സത്യമല്ലേ? ജനിക്കുമ്പോൾ നമ്മുടെ കരങ്ങളിലൊന്നുമില്ല, മരിക്കുമ്പോഴും നമ്മുടെ കരങ്ങളിലൊന്നുമില്ല. അപ്പോൾ നാം കെട്ടിപ്പടുത്തുന്ന എല്ലാ കാര്യങ്ങളും നിഷ്ഫലമാണ്.
അനശ്വരമായ കാര്യങ്ങളല്ല. ഈ ഭൂലോകത്ത് കെട്ടിപ്പടുത്തുന്ന എല്ലാം നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്. കാരണം അതൊന്നും അനശ്വരമായ കാര്യം എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള ദൈവിക ബന്ധമാണ്. മുമ്പോട്ട് വായിക്കട്ടെ. 1 തിമോത്തി 6:8-9 വായിക്കുമ്പോൾ, ആഹാരവും വസ്ത്രവും ഉണ്ടെങ്കിൽ ആഹാരവും വസ്ത്രവും ഉണ്ടെങ്കിൽ അവയാൽ നാം സംതൃപ്തരായിരിക്കണം. അവയാൽ നാം സംതൃപ്തരായിരിക്കണം. ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ ധനികരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും വീഴുകയും പരീക്ഷയിലും കെണിയിലും വീഴുകയും മനുഷ്യർ തകർച്ചയിലും നാശത്തിലും മുങ്ങിപ്പോകുവാൻ ഇടവരുത്തുന്ന ബുദ്ധിഹീനവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയതെല്ലാം നൽകി വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയും കരുണയുള്ളപ്പോൾ നമുക്ക് വലിയ ഒരു ഉത്കണ്ഠയില്ല. പക്ഷേ ബാങ്ക് ബാലൻസ് വർദ്ധിക്കും തോറും ഉത്കണ്ഠ വർദ്ധിക്കുകയാണ്. ഇതിനി എങ്ങനെ കാത്തു പരിപാലിക്കും? നാളെ നിയമം മാറിയാൽ എന്താണ്? മറ്റു പ്രതിസന്ധികൾ കടന്നു വരുമോ? എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ കാത്തുകൊള്ളുമോ? എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വേണ്ട രീതിയിൽ ബഹുമാനിക്കുമോ? ബാങ്ക് ബാലൻസ് കടന്നു വരുമ്പോൾ ഇതൊക്കെയാണ് ചിന്ത. കാരണം ഇന്നത്തെ ആധുനിക മേഖലകളിൽ നാം കാണുന്നത് ബന്ധങ്ങൾക്കൊരർത്ഥമില്ലാത്ത അവസ്ഥയിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിനൊരർത്ഥമില്ലാത്ത അവസ്ഥ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അർത്ഥമില്ലാത്ത അവസ്ഥ, എല്ലാം തുലനം ചെയ്യുന്നത് നിൻ്റെ കയ്യിൽ എത്ര സമ്പത്തുണ്ടെന്നുള്ള അതിനനുസരിച്ചാണ്. ആ സമ്പത്തിന്മേലുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഈ ജനമധ്യത്തിൽ ഇവിടെ പറയുന്നത് എന്താണ്? ആഹാരവും വസ്ത്രവും ഉണ്ടെങ്കിൽ അവയാൽ നാം സംതൃപ്തരായിരിക്കണമെന്ന്. രണ്ടാമത് പറയുന്നതോ, ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവൻ പരീക്ഷയിലും കെണിയിലും വീഴുകയും മനുഷ്യർ തകർച്ചയിലും നാശത്തിലേക്ക് മുങ്ങിപ്പോകുവാൻ ഇടവരുത്തുന്ന ബുദ്ധിഹീനവും ദോഷകരമായ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരും. യാഥാർത്ഥ്യം തന്നെ. വലിയമായ ധനസമ്പത്തുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുവാൻ കഴിയാതെ പല കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ നാശത്തിലേക്കുള്ള വഴിയാണെന്ന് നാം മറന്നുപോകും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ നന്മകളാൽ വഴി നടത്തുന്ന ദൈവവൈതലെങ്കിൽ, അതിൽ സംതൃപ്തിയായി ജീവിക്കുവാൻ പഠിക്കുമെങ്കിൽ അത് ദൈവ സ്വഭാവത്തിലേക്ക് നമ്മളെ വളർത്തുവാൻ ഇടയാകുമെന്നാണ്. മത്തായിയുടെ സുവിശേഷം 10:29, 30, 31 വായിക്കുമ്പോൾ, ഒരു കാശിന് 2 കുരുവികളെ വിൽക്കുന്നില്ലയോ? ഒരു കാശിന് 2 കുരുവികളെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. നിങ്ങളുടെ തലയിലെ രോമം പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. അനവധി കുരുവികളേക്കാൾ നിങ്ങൾ വിലയേറിയവരത്രേ. ഇന്ന് യഥാർത്ഥത്തിൽ ലോകത്തിൽ മനുഷ്യജീവനാണ് വിലയില്ലാത്തത്. ഇന്ന് മൃഗങ്ങളെ സംരക്ഷിക്കത്തക്കോണം അനേകമായ പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷെ മനുഷ്യജീവനെ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനവും നാം കാണാറില്ല. ഒരു പട്ടിയോ പൂച്ചയോ മറ്റ് മൃഗങ്ങളെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചാൽ പിന്നെ ആ ഭവനത്തിന് മുമ്പിൽ ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ കടന്നു വന്ന് പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നറിയില്ല. പക്ഷേ അതേ ഭവനത്തിൽ സ്വന്തം മാതാവിനെയോ കുഞ്ഞിനെയോ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ മറ്റു പ്രയാസത്തിൽ കടത്തിവിട്ടാൽ ഒരു വ്യക്തികളും കടന്നു വരികയില്ല. പക്ഷേ ഇവിടെ പറയുന്നത്, യഹോവയായ ദൈവം കർത്താവിൽ കൂടെ പറയുന്നത് എന്താണ്? ഈ കുരുവികളെ കാട്ടി എത്ര വിലയേറിയതാണ് മനുഷ്യജീവന്. ആ മനുഷ്യജീവന് വിലയല്ലാതെ ആക്കിയത് നാം തന്നെയാണെന്ന് പലപ്പോഴും നാം മറന്നുപോകുന്നു. മനുഷ്യബന്ധങ്ങൾക്ക് വിലയില്ലാതാക്കിയത് എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളും പ്രവൃത്തികളുമാണെന്ന് നാം മറന്നുപോകുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മുടെ ജീവിതം നിലനിർത്തുവാൻ കഴിയുന്നുണ്ടോ? പ്രവർത്തനങ്ങൾ നിലനിർത്തുവാൻ കഴിയുന്നുണ്ടോ? പ്രവൃത്തികളേക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതം നയിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. പക്ഷെ ഉത്കണ്ഠ, എല്ലാ കാര്യത്തിലും ഉത്കണ്ഠയോടെ ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത് വേണ്ടിയ വില മനുഷ്യ ജീവിത ബന്ധങ്ങൾക്ക് നൽകുവാൻ കഴിയുന്നില്ലെന്നാണ്. ഇന്ന് ഒരുത്തൻ കൊല്ലുവാൻ ഒരു നിസ്സാരമായ കാര്യമാണ്. മൃഗങ്ങളിൽ പോലും ഇല്ലാത്ത വികാരമാണ് ഇന്ന് മനുഷ്യരിലുള്ള മറ്റുള്ളവരെ നശിപ്പിക്കുവാനുള്ള വികാരം. എന്തുകൊണ്ട്? പ്രതിയോഗി എന്ത് പാകിയിട്ട് പോയോ ആ വിത്ത്
ഇന്ന് വലിയ വൃക്ഷങ്ങളല്ല, പടുവൃക്ഷങ്ങളായ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ വിത്തിൻ്റെ അംശത്തിനെ പറിച്ചു കളയുവാൻ യഹോവയായ ദൈവം സ്വന്തം പുത്രനെ അയച്ചിട്ടും ആ പുത്രനിൽ വിശ്വസിക്കാതെ ഇന്നും ലോകം നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. ആ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭ്യമാകുമെന്നും ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനം ലഭ്യമാകുമെന്നും ഇത്ര വ്യക്തമായ കർത്താവ് തന്നെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് അതിലേക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക മേഖലകളിൽ പലവിധ കാര്യങ്ങൾ ഒരുക്കുമ്പോൾ നാം മറന്നുപോകുന്നത് ഇവയൊക്കെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളല്ല. ദൈവം എനിക്കും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കുവാൻ, അതിന് തക്കവണ്ണം നമ്മുടെ ജീവിതമാക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തോളം ദൈവം നമ്മളെ വഴി നടത്തുവാൻ ഇടയാകും. ഫിലിപ്പിയ ലേഖനം 4:12-13 വായിക്കുമ്പോൾ, ദാരിദ്ര്യത്തിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം, തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. എത്ര വ്യക്തതയോടാണ് പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തെ പറ്റി പറയുന്നത്. ഏറ്റവും പാണ്ഡിത്യമുള്ള ഒരു വലിയ പദവിയിലായിരുന്ന അതൊക്കെ വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു കഴിയുമ്പോൾ പറയുന്നത്, ദാരിദ്ര്യത്തിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം, തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നന്മകളിൽ മുൻപോറുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കടന്നു വന്നാൽ പിറുപിറുക്കുന്ന അവസ്ഥയല്ലേ, എന്തിന് എൻ്റെ ജീവിതത്തിൽ ഇത് കടന്നു വന്നു, ഞാൻ ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. പ്രിയ സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ നമുക്ക് തുലനം ചെയ്യുവാൻ ഒന്നുമില്ല. ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതമൊന്ന് ഒരു നിമിഷം ചിന്തിക്കുവാൻ കഴിയുമെങ്കിൽ ഈ തുലനം ചെയ്യുവാൻ നാം ഒരിക്കലും പരിശ്രമിക്കുകയില്ല. കാരണം ഇന്ന് നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങളിൽ നിന്ന് മാത്രമാണ്. ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ നാം സമ്പാദിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളൊരു ഓർമ്മയുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളായാലും വസ്തുവായാലും നമ്മുടെ ആരോഗ്യമായാലും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ആ ദാനം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത് അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുവാനും കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുക്കുവാൻ വേണ്ടി കൂടെയാണ്. അനുഗ്രഹപ്രദമായൊരു ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് മുൻപോറുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഈ ക്രിസ്മസ് ആഘോഷത്തിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടായിരുന്നു, എൻ്റെ ഭവനത്തിൽ കർത്താവ് ഉണ്ടായിരുന്നു, അതോ ലോകപ്രകാരമുള്ള വലിയൊരു ആഘോഷ കാര്യമായിരുന്നു? അങ്ങനെയായിരുന്നെങ്കിൽ നാം എവിടെയോ കർത്താവിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. കർത്താവിലേക്ക് മടങ്ങി വരണമെങ്കിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ സംതൃപ്തിയോടെ ജീവിക്കുവാൻ നാം പഠിക്കണം. അവിടെ രണ്ടാമത് പറയാം, എന്നെ ശക്തനാകുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. ഏത് പ്രയാസവുമായിക്കൊള്ളട്ടെ, എത്ര വലിയ പ്രതിസന്ധിയുമായിക്കൊള്ളട്ടെ, എൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്ന കർത്താവുണ്ടെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ, ആ കർത്താവ് നമ്മളെ നിലനിർത്തുവാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം സാമീപ്യം അനുഭവമാക്കുവാൻ കഴിയുക മാത്രമല്ല, ഈ ഉത്കണ്ഠയിൽ നിന്ന് ജീവിതം മാറ്റി കർത്താവുമായി മുറുകെ പറ്റിയുള്ളൊരു ജീവിതമാക്കുവാൻ കഴിയും. ഫിലിപ്പിയ ലേഖനം 4:6-7 വായിക്കുമ്പോൾ, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ സംരക്ഷിക്കും. പൗലോസ്ലീഹ പറഞ്ഞ ഈ കാര്യം നാം യഥാർത്ഥമായി വിശ്വസിച്ച് ജീവിതം തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. ജീവിതത്തിൻ്റെ എത്ര വലിയ കൊടുങ്കാറ്റായാലും എത്ര ചെറിയ കാറ്റായാലും ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. രണ്ടാമത് പറയുന്നത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും
നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിക്കുകയാണ് വേണ്ടത്. സ്തോത്രസ്തുതികളോടെ സദാ സ്തോത്രങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് ഉയരണം. അപ്രകാരം സ്തോത്രങ്ങൾ ഉയരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ സ്തോത്രങ്ങളിലെക്കാട്ടി കൂടുതൽ പിറുപിറുപ്പാണ് ഉയരുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ കൊടുത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തുകൊണ്ട് നൽകിയില്ല? അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ പഠിക്കുവാനും എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി കൊടുക്കുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എന്തിന് ഇത്രമാത്രം കഷ്ടപ്പെടുന്നു? ഓരോന്നും തുലനം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും മാറിയിരിക്കുന്നു. നമ്മുടെ കരങ്ങളിലുള്ള ദൈവം തന്നിരിക്കുന്ന നന്മകൾ കാണുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കി അവരുടെ ജീവിതത്തിലെ നന്മകളെപ്പറ്റി ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയായി മാറിയിരിക്കുന്നു. സ്നേഹബന്ധങ്ങൾക്ക് അർത്ഥമില്ലാത്ത അവസ്ഥ, സാമൂഹ്യ ബന്ധങ്ങൾക്ക് അർത്ഥമില്ലാത്ത അവസ്ഥ, കുടുംബ ബന്ധങ്ങൾക്ക് അർത്ഥമില്ലാത്ത അവസ്ഥ, ആത്മീയ ബന്ധങ്ങൾക്ക് അർത്ഥമില്ലാത്ത അവസ്ഥ. ഇന്ന് എവിടെയാണൊരു സമാധാനം? ഏത് ഭവനമായാലും ഏത് പ്രസ്ഥാനമായാലും ആത്മീയമായാലും ലൗകികമായാലും സംഘർഷങ്ങൾ നിറഞ്ഞൊരു കാലയളവിലാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അപ്രകാരം അറിയിക്കുമ്പോൾ മറ്റ് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുവേശുവിൽ സംരക്ഷിക്കും. മറ്റൊന്നിനുമല്ല, ക്രിസ്തുവേശുവിൽ സംരക്ഷിക്കും. ഒരു ആൻറ്റി ഡിപ്രസൻറ്റും വേണ്ട, ഒരു ബ്ലഡ് പ്രഷറിൻ്റെ മരുന്നും വേണ്ട, ഒരു ഡയബറ്റിക്കിൻ്റെ മരുന്നും വേണ്ട. അവയെല്ലാം ദൈവം മാറ്റും. പക്ഷേ ആ ക്രിസ്തുവേശുവിലേക്ക് നാം കടന്നു വരുമ്പോൾ, ക്രിസ്തുവേശുവാണ് എൻ്റെ ജീവിതം നയിക്കുന്നതെന്ന പൂർണ്ണമായി ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഏറ്റവും അവസാനം സദർശവാക്യങ്ങൾ 3:5-6 വായിക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക, നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക, അവൻ നിന്റെ പാതകൾ നേരെയാക്കും. അവൻ നിന്റെ പാതകൾ നേരെയാക്കും. ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആഹ്വാനമാണ് അവനിൽ ആശ്രയിക്കുക. അവൻ നമ്മുടെ പാത നേരെയാക്കുമെന്ന് പറയുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെയും നിങ്ങളെ വഴി നടത്തത്തക്കോണം ഇടയാക്കും. ഈ സമയത്ത് നമ്മളൊരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ഉത്കണ്ഠയോടെ ജീവിക്കണോ, അതോ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കർത്താവിൽ സമർപ്പിച്ചുള്ളൊരു ജീവിതമായിരിക്കും. ഇപ്പം പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി യഹോവയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി മാറണം. ഏത് തീരുമാനം എടുക്കുന്നതിനും ഒരു നിമിഷം ദൈവസനയിൽ വേറിട്ടിരുന്നത് പ്രാർത്ഥിക്കണം. ദൈവമേ, ഇത് അങ്ങേക്ക് ഹിതമായ ഒരു ജീവിതമാണോ? അങ്ങേക്ക് ഹിതമായൊരു തീരുമാനമാണോ? ഇതിൽ കൂടെ അങ്ങേ മഹത്വപ്പെടുത്തുന്നതാണോ? അതോ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം മഹത്വത്തിനു വേണ്ടിയും സ്വന്തം നന്മകൾക്കും വേണ്ടിയുള്ള പ്രവർത്തനമാണോ? നമ്മുടെ ജീവിതം എവിടേക്കാണ് നാം നയിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പുതുവർഷം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉത്കണ്ഠകൾ മാറ്റി കർത്താവുമായിട്ടൊരു പുതിയ ബന്ധത്തിലേക്ക് കടന്നു വന്ന് ആ കർത്താവിൻ്റെ ദിവ്യമായ സമാധാനം അനുഭവമാക്കി മുന്നേറത്തക്കോണം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവ്, സ്തോത്രം ചെയ്ത കർത്താവ്, ഞങ്ങളുടെ ദിവാത്സല്യമായ സുരസുതാം നാമ ഇത്രത്തോളം ഞങ്ങളെ വഴി നിർത്തിയ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. എൻ്റെ കരുണയിലും കൃപയിലും നിന്നെ മുറുകപ്പെട്ട് ജീവിപ്പാൻ, നിൻ്റെ കൃപയിൽ ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരാണ് കർത്താവ്, എങ്കിലോ ബലപ്പെടുത്തുന്ന അങ്ങയുടെ കൃപ ഞങ്ങളെ ഓരോ ദിവസവും ഓരോ നിമിഷവും വഴി നടത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അങ്ങയുടെ മഹത്വത്തിനൊത്തവണ്ണം ഞങ്ങളെ കാത്തുരുവായിരിക്കുകയും കർത്താവ്, അങ്ങയുടെ മഹത്വത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനം ഞങ്ങളെ കുറവും ക്ഷമിച്ച് കർത്താവെ, എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി തീരത്തക്കണം ഞങ്ങൾ പ്രവർത്തിക്കാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാം ഇവിടെ നാം മഹത്വത്തിനായി തീരാൻ സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.